ബയോളജിക്കൽ എമർജൻസി എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ജൈവ ദുരന്തങ്ങൾ വിശദീകരിക്കുക, ജൈവ ദുരന്തങ്ങളുടെ തരങ്ങൾ വിശദീകരിക്കുക, ജൈവ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വിശദീകരിക്കുക, വയറിളക്ക രോഗങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും പട്ടികപ്പെടുത്തുക, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ ചെറുക്കുന്നതിന് പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ പട്ടികപ്പെടുത്തുക, കൊതുകുജന്യ രോഗങ്ങൾക്കായി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും പട്ടികപ്പെടുത്തുക, ജൈവ ദുരന്തങ്ങൾക്കുള്ള എമർജൻസി കിറ്റിന്റെ ആവശ്യ ഘടകങ്ങൾ തിരിച്ചറിയുക, ജൈവ ദുരന്ത സാഹചര്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് മനസ്സിലാക്കുക, ജൈവ ദുരന്തങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ബാധിച്ച ലോകമെമ്പാടും വ്യാപിച്ച COVID-19 പാൻഡമിക് നാമെല്ലാവരും ഓർക്കുന്നു. അതിന്റെ വ്യാപനത്തെ ചെറുക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമായിരുന്നു. നമ്മെ തന്നെ സംരക്ഷിക്കുന്നതിനായി ലോകമെമ്പാടും കൈമാറിയ സുരക്ഷാ നടപടികളും പ്രധാന സന്ദേശങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? COVID-19 സമയത്ത് നിർദ്ദേശിച്ച ചില സുരക്ഷാ നടപടികൾ ഇവിടെ നൽകിയിരിക്കുന്നു. വൈറസിന്റെ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ ആരോഗ്യ ആശയവിനിമയ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. ലോകമെമ്പാടും ഒരു ജൈവ ദുരന്തത്തിന് സാഹചര്യത്തിന് കാരണമായ ഒരു ജൈവ പൊട്ടിത്തെറിയാണ് COVID-19. ഇനി ജൈവ ദുരന്തങ്ങൾ എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാം. ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള ഒരു ജൈവ ഏജന്റ് പൊതുജനാരോഗ്യത്തിന് കാര്യമായ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തെ ജൈവ ദുരന്തം എന്ന് സൂചിപ്പിക്കുന്നു. ഈ ദുരന്തങ്ങൾ പലപ്പോഴും അവയുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് വേഗത്തിലുള്ളതും ഏകോപിപ്പിച്ചതുമായ പ്രതികരണങ്ങൾ ആവശ്യമാണ്. COVID-19 നമ്മൾ കണ്ടതുപോലെ ഈ പൊട്ടിത്തെറികൾ വ്യക്തികളെയും സമൂഹങ്ങളെയും ബാധിക്കും. തയ്യാറെടുപ്പ്, സമയബന്ധിതമായ ആശയവിനിമയം, ദോഷം കുറയ്ക്കുന്നുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം ഊന്നി പറയുന്നു. ബയോളജിക്കൽ വെക്ടറുകൾ വഴി പകരുന്ന പ്രതിഭാസമാണ് ജൈവ ദുരന്തങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ, വിഷവസ്തുക്കൾ, ബയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ജീവനാശത്തിന്റെ ആഘാതത്തിൽ ജീവഹാനി, പരിക്കുകൾ, രോഗം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായ ആഘാതങ്ങൾ, ഉപജീവന മാർഗങ്ങളുടെയും സേവനങ്ങളുടെയും നഷ്ടം, സാമൂഹികവും സാമ്പത്തികവുമായ തകർച്ച എന്നിവ ഉൾപ്പെടുന്നു. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുന്നത്, സസ്യങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പകർച്ചവ്യാധി, പ്രാണികളുടെ ആക്രമണം എന്നിവ ജൈവ ദുരന്തങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ജൈവ ദുരന്തങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കാം. ജൈവ ദുരന്തങ്ങളുടെ തരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. എപ്പിഡമിക് അഥവാ പാൻഡമിക് രൂപത്തിലായിരിക്കും ജൈവിക ദുരന്തങ്ങൾ ഉണ്ടാകുക. കൂടുതൽ അറിയാൻ ഓരോ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. പകർച്ചവ്യാധികൾ ഒരേ സമയം ഒരു ജനസംഖ്യയിലെയോ സമൂഹത്തിലെയോ പ്രദേശത്തോ ഉള്ള ആനുപാതികമല്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നു. കോളറ, പ്ലേഗ്, ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം എന്നിവയാണ് പ്രധാന പകർച്ചവ്യാധികളിൽ ചിലത്. ഒരു വലിയ പ്രദേശത്ത്, അതായത് ഒരു ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും വ്യാപിക്കുന്ന പകർച്ചവ്യാധിയാണ് പാൻഡമിക് അല്ലെങ്കിൽ എപ്പിഡമിക്. H1N1, സാർസ് കോവിഡ്, എബോള എന്നിവ നിലവിലുള്ളതോ ഉയർന്നു വരുന്നതോ ആയ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങളാണ്. ജൈവ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെ കുറിച്ച് പഠിക്കാം. ബയോളജിക്കൽ എമർജൻസി സമയത്ത് സ്വീകരിക്കേണ്ട ചില പ്രതിരോധ നടപടികളെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ചില പ്രതിരോധ നടപടികൾ ഇവിടെ നൽകിയിരിക്കുന്നു. വ്യക്തി ശുചിത്വം പാലിക്കുക. ദിവസവും കുളിക്കുക. നഖങ്ങൾ നീട്ടി വളർത്തരുത്. വൃത്തിയുള്ള ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക. കൈകൾ കൃത്യമായി വൃത്തിയാക്കുക. ഭക്ഷണത്തിന് മുമ്പും ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൃത്യമായി വൃത്തിയാക്കുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പോഷക സമൃദ്ധവും
സമീകൃതവുമായ ഭക്ഷണം കഴിക്കുക. ആൾക്കൂട്ടങ്ങൾ തടയുക. ശരിയായ വായുസഞ്ചാരം നിലനിർത്തുക. കഠിനമായ ചൂടിൽ നിന്നും തണുത്ത കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുക. അയൽപക്കത്തെ മോശം ആരോഗ്യസ്ഥിതികൾ നിരീക്ഷിക്കുക. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രഥമ ശുശ്രൂഷയും CPR പരിശീലനവും നേടുക. ചർച്ച ചെയ്തതുപോലെ ജൈവ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാന പ്രതിരോധ നടപടികളിൽ ഒന്നാണ് കൈകഴുകൽ. നല്ല ശുചിത്വം പാലിക്കുന്നതിനും രോഗാണുക്കൾ പടരുന്നത് തടയുന്നതിനുമുള്ള ഒരു നിർണായക പരിശീലനമാണ് ശരിയായ കൈകഴുകൽ. ശരിയായ കൈകഴുകൽ സാങ്കേതികതയെക്കുറിച്ച് പഠിക്കാം. ഫലപ്രദമായ കൈകഴുകൽ ഉറപ്പാക്കാൻ 7 ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുക. ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിൽ നിങ്ങളുടെ കൈകൾ നനയ്ക്കുക. സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈകൾ ഒരുമിച്ച് റബ്ബ് ചെയ്യുക. കൈപ്പത്തികളും വിരലുകളും റബ്ബ് ചെയ്യുക. കൈകളുടെ പിൻഭാഗം റബ്ബ് ചെയ്യുക. വിരലുകളും മുട്ടുകളും റബ്ബ് ചെയ്യുക. തള്ളവിരൽ റബ്ബ് ചെയ്യുക. വിരൽ തുമ്പുകളും നഖങ്ങൾക്കും താഴെയും റബ്ബ് ചെയ്യുക. നിങ്ങളുടെ കൈത്തണ്ടയിൽ റബ്ബ് ചെയ്യുക. ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിൽ വീണ്ടും കൈകൾ കഴുകുക. കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും നിങ്ങളുടെ കൈ കഴുകാൻ ഓർക്കുക. ഈ സമഗ്രമായ കൈകഴുകൽ ദിനചര്യ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. വയറിളക്കം, കോളറ മുതലായ രോഗങ്ങൾ വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അടുത്തതായി നമുക്ക് പഠിക്കാം. വയറിളക്ക രോഗങ്ങളുടെ ഗ്രൂപ്പിനെ നേരിടാൻ നിങ്ങൾ ഇനി പറയുന്നവ ചെയ്യണം. കൈകളുടെ ശുചിത്വം സ്ഥിരമായി പാലിക്കുക. കമ്മ്യൂണിറ്റി കിണറുകളും ഹാൻഡ് പമ്പുകളിലും ലഭ്യമാണെങ്കിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കുന്ന ഉൾപ്പെടെ അണുവിമുക്തമാക്കിയ ഉറവിടത്തിൽ നിന്നുള്ള സുരക്ഷിതമായ ജല ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും തിളപ്പിച്ച് വെള്ളം ഉപയോഗിക്കുക. സമ്പൂർണമായ ശുചിത്വത്തിന് കൈ കഴുകലിന്റെ 7 ഘട്ടങ്ങൾ നിർബന്ധമായും സ്വീകരിക്കുക. മൂടി വച്ചിരിക്കുന്ന ഇടുങ്ങിയ വായുള്ള പാത്രങ്ങളിൽ വെള്ളം സംഭരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. മാംസം, കോഴിമുട്ട, കടൽ വിഭവങ്ങൾ എന്നിവ നന്നായി പാചകം ചെയ്ത് മാത്രം കഴിക്കുക. വേവിച്ച മാംസത്തിന്റെയും കോഴിയിറച്ചിയുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. നിറവ്യത്യാസമോ ദുർഗന്ധമോ ഉണ്ടെന്ന് പരിശോധിക്കുക. മുട്ടത്തോടുകൾ കേടുകൂടാതെ ഇരിക്കുക. ഭക്ഷണം ഉടനടി കഴിക്കുന്നില്ലെങ്കിൽ വിളമ്പുന്നതിന് മുമ്പ് അത് വീണ്ടും ചൂടാക്കുക. വയറിളക്കം അനുഭവപ്പെടുമ്പോൾ ദ്രാവക ഉപയോഗം ഉടനടി വർദ്ധിപ്പിക്കുക. ORS ലായനി അല്ലെങ്കിൽ 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ്, 20 ഗ്രാം അല്ലെങ്കിൽ 4 ടീസ്പൂൺ പഞ്ചസാര എന്നിവ 1 ലിറ്റർ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച മിശ്രിതം ഉപയോഗിക്കുക. പൊട്ടാസ്യം സമ്പുഷ്ടമായ വാഴപ്പഴം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. ബാധകമെങ്കിൽ മുലയൂട്ടൽ ഉൾപ്പെടെ അസുഖ സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് തുടരുക. ഇനി പറയുന്ന സന്ദർഭങ്ങളിൽ വയറിളക്ക കേസുകൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുക. നിങ്ങളുടെ കുട്ടി അസ്വസ്ഥനാണ്, അലസതയോ അബോധാവസ്ഥയിലോ ആണ് എങ്കിൽ മോശമായ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുക, പ്രകടമായ ദാഹമുണ്ടെങ്കിൽ, മലത്തിൽ രക്തത്തിന്റെ അംശമുണ്ടെങ്കിൽ, അടുത്തതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് വയറിളക്ക രോഗം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. സുരക്ഷിതമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളം കുടിക്കരുത്. പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കരുത്. വേവിച്ച ഭക്ഷണം 2 മണിക്കൂറിൽ കൂടുതൽ ഊഷ്മാവിൽ വയ്ക്കുക. വെണ്ടർമാരിൽ നിന്ന് മുൻകൂട്ടി മുറിച്ച പഴങ്ങൾ കഴിക്കരുത്. പുറത്തായ സ്ഥലത്തും മലമൂത്ര വിസർജനവും ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ എലികളെയും വീട്ടീച്ചകളെയും അനുവദിക്കരുത്. ഇപ്പോൾ ക്ഷയം, ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കെതിരെ പോരാടുന്നതിനെ കുറിച്ചുള്ള വിവിധ നടപടികളെ കുറിച്ച് പഠിക്കാം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ ചെറുക്കുന്നതിന് ഇനി പറയുന്ന സുരക്ഷാ നടപടികൾ പാലിക്കണം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിന് ശേഷവും 24 മണിക്കൂറെങ്കിലും സുഖമില്ലാത്ത വ്യക്തികൾ വീട്ടിൽ തന്നെ തുടരുകയും പൊതു ഇടങ്ങൾ, സ്കൂളുകൾ, ഓഫീസുകൾ അല്ലെങ്കിൽ സമൂഹം എന്നിവ ഒഴിവാക്കുകയും വേണം. വീട്ടിൽ അസുഖമുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം.
ശ്വസന ശുചിത്വവും ശുഭമര്യാദകളും ഇനി പറയുന്ന രീതിയിൽ പരിശീലിക്കുക. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തൂവാല കൊണ്ട് വായ മൂടുക. ടിഷ്യൂകൾ ഡസ്റ്റ്ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. വായു ശുചിത്വം പാലിക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈ കഴുകുക. ആൽക്കഹോൾ തുടങ്ങിയ സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഹാൻഡ് വാഷ് എന്നിവ ഉപയോഗിക്കുക. ഡിസ്പോസിബിൾ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു ടവൽ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ നന്നായി ഉണക്കുക. സംശയാസ്പദമായോ സ്ഥിരീകരിച്ചതോ ആയ ഇൻഫ്ലുവൻസ കേസുകളിൽ ഗാർഹിക പരിചരണ ക്രമീകരണങ്ങളിൽ പരിചരിക്കുന്നവർ ഒരു സ്റ്റാൻഡേർഡൈസ് ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക് ധരിക്കുക. മതിയായ ഉറക്കം, ശാരീരിക വ്യായാമം, സമ്മർദ്ദം കുറയ്ക്കൽ, കൂടുതൽ ദ്രാവകങ്ങളുടെ ഇൻടേക്ക്, പോഷകസമൃദ്ധമായ ആഹാരം എന്നിവ ഉറപ്പാക്കുക. പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക. ശ്വാസതടസ്സമോ മറ്റോ അനുഭവപ്പെടുന്ന വ്യക്തികൾ അടിയന്തരമായ വൈദ്യസഹായം തേടുകയും അടുത്തുള്ള ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം. രോഗബാധിതരായ വ്യക്തികൾ സമൂഹത്തിലേക്ക് കടക്കണമെങ്കിൽ, ഉദാഹരണത്തിന് വൈദ്യസഹായത്തിനായി അവർ മാസ്ക് ധരിക്കുകയോ ചുമയും തുമ്മലും മറയ്ക്കാൻ ഒരു ടിഷ്യൂ ഉപയോഗിക്കുകയോ വേണം. അണുബാധ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഒപ്പം നാഷണൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അനുസരിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുത്തതാണ് എന്ന് ഉറപ്പാക്കുക. മലേറിയ, ഡെങ്കിപ്പനി, ഫൈലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പഠിക്കാം. കൂടുതൽ അറിയാൻ ഓരോ കാർഡിലേക്കും ശ്രദ്ധിക്കുക. കൈകളും കാലുകളും മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് സൺ ഡൗൺ സ്ലീവ് ഡൗൺ സമീപനം സ്വീകരിക്കുക. മലേറിയ പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകുന്നത് തടയാൻ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വാട്ടർ കണ്ടെയ്നറുകളും ടാങ്കുകളും കാലിയാക്കിയെന്ന് ആഴ്ചയിൽ ഉറപ്പുവരുത്തുക. കൊതുക് പെരുകുന്നത് തടയാൻ കൂളറുകളിൽ നിന്ന് പതിവായി വെള്ളം ഒഴിക്കുക. കൊതുക് കടക്കുന്നത് തടയാൻ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കുകൾ സുരക്ഷിതമായി മൂടിവെക്കുക. കൊതുകുവലകളുടെ ഉപയോഗത്തിന് മുൻഗണന നൽകുക. കൊതുകിനെ പ്രതിരോധിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് കൊതുക് നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കുക. കുട്ടികൾ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ ഹാഫ് സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ടയറുകൾ, ട്യൂബുകൾ, ഒഴിഞ്ഞ തെങ്ങിൻ തോപ്പുകൾ, വീട്ടുപകരണങ്ങൾ, വസ്തുക്കൾ എന്നിവ വെള്ളം ശേഖരിക്കാൻ സാധ്യതയുള്ള തുറസായ സ്ഥലത്ത് കൂട്ടിയിട്ട് കളയാൻ അനുവദിക്കരുത്. കന്നുകാലികൾ കുളിക്കുന്ന ഗ്രാമങ്ങളിലെ കുളങ്ങളിൽ കുളിക്കരുത്. ജൈവ ദുരന്തങ്ങളിൽ ഉപയോഗപ്രദമായ ഒരു എമർജൻസി കിറ്റ് സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. കിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് അടുത്തതായി നോക്കാം. ഒരു എമർജൻസി കിറ്റിൽ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ORS, പാരാസെറ്റമോൾ ഗുളികകൾ, വയറിളക്കത്തിനുള്ള ഗുളികകൾ, ആന്റിപാസ്മോഡിക് ഗുളികകൾ എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ജീവശാസ്ത്രപരമായ അടിയന്തര സാഹചര്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ പലതരത്തിൽ സഹായിക്കാനാവും. ഒരു സന്നദ്ധ പ്രവർത്തകന് നിർവഹിക്കാനാവുന്ന വ്യത്യസ്തമായ റോളുകളെ കുറിച്ച് നോക്കാം. സന്നദ്ധ പ്രവർത്തകർ ഇതിൽ സഹായിക്കാനാവും. ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പുകൾ പ്രചരിപ്പിക്കുന്നു. വിഷമലിനീകരണത്തിന്റെ സാധ്യമായ ഉറവിടങ്ങൾ തിരിച്ചറിയിക്കുന്നതും അധികാരികളെ അറിയിക്കുകയും ചെയ്യുക. ജൈവ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഒഴിപ്പിക്കൽ ആവശ്യമെങ്കിൽ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. വ്യാപനത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു പ്രവർത്തനത്തെയും കുറിച്ചും സന്നദ്ധ പ്രവർത്തകർ ജാഗ്രത പാലിക്കുകയും അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. ഇതോടെ നിങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലെത്തി. മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഓർക്കാം. ജീവശാസ്ത്രപരമായ ദുരന്തങ്ങൾ ജൈവ വെക്ടറുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രോഗകാരികൾ, വിഷവസ്തുക്കൾ, ബയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. ഇത് ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുന്നു. ജൈവ ദുരന്തങ്ങൾ പകർച്ചവ്യാധിയെ ആകാം. ഒരു ഫാമിലി ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. ശുചിത്വം പാലിക്കുക. കൈകഴുകൽ പ്രോത്സാഹിപ്പിക്കുക. സമീകൃത പോഷണം ഉറപ്പാക്കുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുക. ആൾത്തിരക്ക് തടയുകയും ശരിയായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുക.
എന്നിവയാണ് തയ്യാറെടുപ്പ് നടപടികളിൽ ഏറ്റവും പ്രധാനം. കോളറ പോലുള്ള വയറിളക്ക രോഗങ്ങൾക്ക് വ്യക്തികൾ ശുചിത്വം പാലിക്കുക, സുരക്ഷിതമായ വെള്ളം ഉപയോഗിക്കുക, വെള്ളം തിളപ്പിക്കുക, ഭക്ഷണം നന്നായി പാചകം ചെയ്യുക, ഓറൽ റീഹൈഡ്രേഷൻ ലായനി ORS ഉപയോഗിക്കുക, സുരക്ഷിതമല്ലാത്ത വെള്ളവും പാകം ചെയ്യാത്ത ഭക്ഷണവും ഒഴിവാക്കുക. ക്ഷയം, ഇൻഫ്ലുവൻസ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കാര്യങ്ങളിൽ മുൻകരുതലുകളിൽ രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക, അധികമുള്ളപ്പോൾ വീട്ടിലിരിക്കുക, മാസ്ക് ധരിക്കുക, സ്വതന്ത്ര ശുചിത്വം പരിശീലിക്കുക, ശ്വസന പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം നേടുക, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾക്ക് സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുക, കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകൾ ഒഴിവാക്കുക, റിപ്പലന്റുകളും കൊതുക് വലകളും ഉപയോഗിക്കുക, ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. വൃത്തിഹീനമായ വെള്ളവും പാകം ചെയ്യാത്ത ഭക്ഷണവും ഒഴിവാക്കുക. പാകം ചെയ്ത ഭക്ഷണം ഉപേക്ഷിക്കുന്നത് തടയുക. വെള്ളം കെട്ടി നിൽക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക. ORS, പനിക്കുള്ള പാരസെറ്റമോൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ആന്റി ഡയറിയൽ, ആന്റിപാസ്മോഡിക് മരുന്നുകൾ എന്നിവ എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സസൈസ് ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെ മാർക്കാണ് ഉള്ളത്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ ചെയ്യണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകളോ തിരഞ്ഞെടുക്കുക. നന്ദി. ബയോളജിക്കൽ എമർജൻസി എന്ന മൊഡ്യൂൾ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി.